കേരളത്തെ നടുക്കിയ ആലുവ കൂട്ടക്കൊല നടന്നിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ടാവുകയാണ്. ആലുവയിലെ മാഞ്ഞൂരാൻ കുടുംബത്തിലെ 6 പേരെ ബന്ധുവായ ആന്റണി കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. സംഭവം നടന്ന് 25 വർഷം പിന്നിടുമ്പോഴും പലരുടെയും മനസ്സിൽ ഒരുപാട് സംശയം ബാക്കിയാക്കുന്ന സംഭവമായി അതിപ്പോഴും നിലകൊള്ളുന്നു. ജനുവരി 6 ആലുവയെയും കേരളത്തെ ആകെയും നടുക്കിയ ആ ക്രൂരകൃത്യം അരങ്ങേറിയത് ആ ദിവസമായിരുന്നു. നമ്മളീ കാണുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആലുവ മാഞ്ഞൂരാൻ വീട്ടിലായിരുന്നു ആ കൃത്യം അരങ്ങേറിയത്. ഇന്ന് ആ വീട് ഇവിടെയില്ല, അത് പിന്നീട് പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായത്. ഇന്ന് കാട് കയറി കിടക്കുന്ന ഒരു ഇടമാണ് ഇവിടെ. മാഞ്ഞൂരാൻ വീട്ടിലെ 6 പേർ മരിച്ച നിലയിൽ എന്ന വാർത്തയാണ് ആലുവയിൽ ആദ്യം പരന്നത്. സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് ഇത് കൊലപാതകമാണെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമായി. ഇതോടുകൂടി വലിയ നടുക്കത്തിലായി നാട്. എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യക്തത വന്നില്ല. ആലുവയിലെ വ്യവസായിയായിരുന്ന അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജസ്മോൻ, ദിവ്യ, അഗസ്റ്റിന്റെ അമ്മ ക്ലാര, അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെ നാട്ടുകാരുടെ ഉൾപ്പെടെ മൊഴി പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഇവരുടെ അകന്ന ബന്ധുവായിട്ടുള്ള ആന്റണിയിലേക്ക് പോലീസിന് സംശയം നീളുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ഇയാൾ വിദേശത്തേക്ക് പോയെന്നും വ്യക്തമായി. അങ്ങനെ ആന്റണി തന്നെയാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിച്ചു. ശേഷം ഭാര്യ മുഖേന ആന്റണിയെ തന്ത്രപരമായി പോലീസ് സംഘം നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ആ നിർണായക അറസ്റ്റ് ഉണ്ടാകുന്നത്. സംഭവം നടന്ന് ഏതാണ്ട് 1 മാസമാകുമ്പോൾ ആന്റണിയെ കേസിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ആന്റണിയെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാട്ടുകാരുൾപ്പെടെ അത് പരസ്പരം ചോദിച്ചു. ഒടുവിൽ പോലീസ് സംഘം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അതിൻ്റെ ചുരുളഴിച്ചു. അതായത് കൊച്ചുറാണി ആന്റണിക്ക് വിദേശത്ത് പോകുന്നതിനായി പണം വാഗ്ദാനം ചെയ്തിരുന്നു. അത് കിട്ടാതെ വന്നതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണം എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം രാത്രി ഏകദേശം ഒരു 9 മണിയോടുകൂടി ആന്റണി മാഞ്ഞൂരാൻ വീട്ടിലെത്തി. അപ്പോൾ അഗസ്റ്റിനും ഭാര്യയും 2 മക്കളും സിനിമയ്ക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. ക്ലാരയും അതോടൊപ്പം തന്നെ കൊച്ചുറാണിയും അവിടെ ഉണ്ടായിരുന്നു താനും. ഈ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ സിനിമയ്ക്ക് പോയ ശേഷം കൊച്ചുറാണിയോട് ആന്റണി പണം ചോദിച്ചു. കിട്ടാതെ വന്നപ്പോൾ കൊച്ചുറാണിയെയും തടയാനെത്തിയ അമ്മ ക്ലാരയെയും ആന്റണി കൊലപ്പെടുത്തി, വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ അഗസ്റ്റിനും മക്കളും ഭാര്യയും താൻ ഇവിടെ വരുന്നത് കണ്ടു എന്ന് ആന്റണിക്കറിയാം. അതുകൊണ്ട് തന്നെ താൻ പിടിക്കപ്പെട്ടാലോ എന്ന സംശയം ആന്റണിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരെ കൂടി കൊലപ്പെടുത്തണമെന്ന് ആന്റണി ചിന്തിച്ചു. അങ്ങനെ അവർ സിനിമയ്ക്ക് പോയി മടങ്ങിയെത്തുന്നതുവരെ ആന്റണി ഇവിടെ കാത്തിരുന്നു. അവർ തിരിച്ചെത്തിയപ്പോൾ അവരെ കൂടി ആന്റണി വകവരുത്തി. അങ്ങനെ 6 കൊലപാതകങ്ങൾ. ഈ സംഭവത്തിന് ശേഷം നേരെ ഇവിടെ നിന്ന് മുംബൈയിലേക്കും അവിടെ നിന്ന് ദമാമിലേക്കും ആന്റണി കടക്കുകയായിരുന്നു. ഒരാൾ ഒറ്റയ്ക്ക് 6 പേരെ കൊലപ്പെടുത്തിയെന്ന പോലീസ് കണ്ടെത്തൽ ഞെട്ടലോടുകൂടിയാണ് പലരും ശ്രവിച്ചത്. ചിലർക്ക് ചില സംശയങ്ങളും ഉണ്ടായി. അതായത് അഗസ്റ്റിന് ബിസിനസ് മേഖലയിൽ ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവരിലേക്ക് അന്വേഷണം പോയില്ല എന്നുമൊക്കെയായിരുന്നു വിമർശനങ്ങൾ. ഏതായാലും കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനും അതിനുശേഷം CBIക്കും പോയി. CBI വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ഒടുവിൽ പോലീസിന്റെ കണ്ടെത്തൽ CBI ശരിവെച്ചു. തുടർന്ന് വിചാരണ, അതിനുശേഷം സുപ്രധാനമായിട്ടുള്ള വിധി പ്രസ്താവം. 2005 ഫെബ്രുവരി 2-നാണ് കേസിൽ വിധി വരുന്നത്. അഗസ്റ്റിന് വധശിക്ഷ. അന്ന് CBI കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷയാണ് വിധി പറഞ്ഞത്. കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എബ്രഹാം ചെറിയാൻ എന്ന് പറയുന്ന മിടുക്കനായ DYSP ആണ്. പിന്നെ അത് CBIക്ക് ഹൈക്കോടതി അന്വേഷണം കൈമാറിയിട്ടുണ്ട്. അന്ന് CBIയിലെ നന്ദകുമാറും വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ISP അത്രയും മിടുക്കനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ അയാളുടെ കൺഫെഷനൊന്നും എടുക്കാതാണ് അത് ശിക്ഷിച്ചത്. കൺഫെഷൻ ഞാൻ റിലേ ചെയ്തതേ ഇല്ല. കാരണം അല്ലാതെ തന്നെ എല്ലാ സാഹചര്യ തെളിവുകളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഒന്നുമില്ല. കാരണം ആർക്കും ആൾക്ക് കേൾക്കുന്നവർക്ക് ഒന്നും ഇടാം ഒരുത്തിനിങ്ങനെ ചെയ്തെന്ന് പറയുന്നത് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല, അത് മുഴുവൻ നടന്നതാണ്, കാര്യം നടന്നതുമാണ്. CBI കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചു. തുടർന്ന് പ്രതിക്ക് നൽകിയ വധശിക്ഷ ആദ്യം സുപ്രീം കോടതി സ്റ്റേ ചെയ്തെങ്കിലും 2009 അംഗീകരിച്ചു. പ്രതിയുടെ ദയാഹർജി രാഷ്ട്രപതിയും തള്ളി.
ഇതിനിടെ വധശിക്ഷയ്ക്കെതിരായ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇത് വധശിക്ഷയിൽ ആന്റണിക്ക് ഇളവ് ലഭിക്കാൻ ഇടയാക്കി. 2018 ഡിസംബർ 11 വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമാക്കി. ദീർഘനാൾ തടവനുഭവിച്ച ആന്റണിക്ക് പിന്നീട് പരോൾ കിട്ടി. നിലവിൽ നാട്ടിൽ കഴിയുന്ന ആന്റണി ഉടൻ കാട്ടാക്കടയിലെ തുറന്ന ജയിലിൽ ഹാജരാകുമെന്നാണ് അറിയുന്നത്. സംഭവം നടക്കുമ്പോൾ ആലുവ നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായിരുന്നു ആന്റണി. തൃക്കാക്കരയിൽ അധ്യാപികയായിരുന്ന ആന്റണിയുടെ ഭാര്യയും മകനും സംഭവശേഷം സ്ഥലം വിറ്റ് തമിഴ്നാട്ടിലേക്ക് പോയി. സംഭവം നടന്നിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്, അതായത് 25 വർഷം. ഒരു ഭയപ്പാടോടുകൂടിയാണ് ഏവരും ആലുവ കൂട്ടക്കൊലക്കേസിനെ ഓർക്കുന്നത്. ഒരു നടുക്കത്തോടു കൂടിയല്ലാതെ ഈ വഴി ആരും കടന്നു പോകാറുമില്ല. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.